ലെറ്റസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്ന് സെപ്റ്റംബർ 5-ാം തീയതിയാണ് സഭയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. കേരളീയരായ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഓണം കൂടിയാണ്. ഓണത്തിന്റെ ആ ഒരു കൂട്ടായ്മയും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മദർ തെരേസയെ ഓർക്കുമ്പോൾ, മദർ തെരേസയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈശോയുടെ ഒരു വചനമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. എങ്ങനെ ഈശോയുടെ ഒരു നല്ല ശിഷ്യനായിട്ട് ജീവിക്കാം, ശിഷ്യയായിട്ട് ജീവിക്കാം എന്ന് ചോദിച്ചാൽ മദർ തെരേസ അതിനുള്ള നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, വേറെ ഏതോ ഒരു നാട്ടിൽ ജനിച്ച് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട് ഇവിടെ പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതും എത്രമാത്രം വിനീതയായിട്ട്, എത്രമാത്രം എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്യാമോ അത്രമാത്രം എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്ത് വിജാതിരുടെ ഇടയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചവളാണ് വിശുദ്ധ മദർ തെരേസ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വിശുദ്ധ മദർ തെരേസയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ മദർ തെരേസയെ പോലെ ജീവിക്കാനായിട്ട്, മദർ തെരേസയിൽ ഉണ്ടായിരുന്ന പുണ്യത്തിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. മദർ തെരേസ ചെയ്തതുപോലെ തന്നെ എളിമയോടെ, വിനീത ഹൃദയത്തോടെ, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങി ശുശ്രൂഷ ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്